ഇന്നത്തെ ഒരു വീഡിയോ ചാമ്പങ്ങ വൈൻ തന്നെ ആയിക്കോട്ടെ. എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ചാമ്പങ്ങ നിറച്ച് കിളികൾ കൊത്തിയിട്ട് ഇങ്ങനെ തിന്ന് താഴെ ഇങ്ങനെ ചീഞ്ഞു പോകണം. ശരി, എന്നാൽ നമുക്കിന്ന് ചാമ്പങ്ങ വൈനാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാമ്പങ്ങ പറിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. നിറച്ച് ചാമ്പങ്ങ ഉണ്ട്, പക്ഷേ ചെറിയ ചാമ്പങ്ങ ആയതുകൊണ്ടേ നല്ല ടേസ്റ്റും ഉണ്ട്. കുറച്ച് തിന്നുമ്പോഴേക്കും നമുക്കിതാവും. വെള്ളമെല്ലാം ഉണങ്ങി, ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒരു അംശം പാടില്ല കേട്ടോ ഈ ഭരണിയിൽ. അങ്ങനെ അതിലൊക്കെ കഴുകി ഉണക്കി. ഇന്നലെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ചാമ്പങ്ങ നമ്മൾ നല്ല കഴുകി വാർന്ന ചാമ്പങ്ങ അതുപോലെ നമ്മൾ വെള്ളമെല്ലാം വാർത്തെടുത്താണ്. അപ്പം ചാമ്പങ്ങ ആദ്യം കുറച്ചിട്ടു. വെള്ളമൊന്നുമില്ല കേട്ടോ ചാമ്പങ്ങയിൽ, പക്ഷെ ചെറിയ ചാമ്പങ്ങ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കറുത്ത സംഭവങ്ങളുണ്ട്. അത് എത്ര നമ്മൾ ആ പാട നീക്കിയാലും അങ്ങനെ കിടക്കുന്നുണ്ട് ആ സംഭവം. അപ്പം ഞാൻ മാക്സിമം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പു ഇട്ടു, ഗോതമ്പ് ഇട്ടു, പിന്നെ 2 കിലോ ചാമ്പങ്ങയാണ്, അതിന് കൂടെ 2 കിലോ പഞ്ചസാര, പിന്നെ ഗോതമ്പുണ്ട്. ഗോതമ്പ് ഞാൻ അങ്ങനെ ഒരു കൈപ്പിടി അനുസരിച്ച് ഓരോ തട്ടായിട്ട് ഇട്ട് പോകുന്നതാണ്. ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, ഒരു കണക്കിനാണ്. എനിക്ക് അങ്ങനെ അതിൻ്റെ ഒരു ഇത് പറയാൻ അറിയില്ല. അര കിലോനൊന്നും ഇട്ടിട്ടില്ല. അതിൽ കുറച്ച് ഓരോ തട്ടിനനുസരിച്ച് നമ്മൾ ഇട്ട് പോന്നു. ഓരോ പിടി ഇട്ടിരിക്കണം കേട്ടോ ഗോതമ്പ്. പിന്നെ പഞ്ചസാര 2 കിലോ പഞ്ചസാര മസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ചാമ്പങ്ങി 2 കിലോ ഉള്ളത് കൊണ്ട് പിന്നെ ഒന്നും നോക്കാമല്ല. അപ്പം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അളവ് നമുക്കറിയാൻ പറ്റും. ഇതിന് മുന്നേ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഒരു പ്രാവശ്യം ഇട്ടത് കൊണ്ട് തന്നെ പിന്നെ ഒന്നും നമുക്ക് അതിൽ പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല. അങ്ങനെ ഗ്രാമ്പൂ പിന്നെ കുറച്ചും കൂടി മേലെ ഇട്ടു. അങ്ങനെ ഓരോ തട്ടായിട്ട് കുറേശ്ശെ എല്ലാം ഇട്ട് ഞാൻ ഫില്ല് ചെയ്തു. അതിന് ശേഷം നല്ല തിളപ്പിച്ചാറിയ വെള്ളം അവിടെ ഒഴിച്ചു സെറ്റാക്കി നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ ഒരു 5 മണിക്കാണ് നമ്മൾ ഈ വൈൻ ഇടണമെങ്കിൽ നാളെ 5 മണിയാകുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ 5 ദിവസം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നേരെ മൂടി അങ്ങോട്ട് വെച്ചതിന് ശേഷം ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതങ്ങോട്ട് തുറന്ന് നോക്കിയാൽ സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ടും പറയുന്നത്. അതിന് കൂട്ടത്തിൽ ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്ര ഭംഗിയില്ല ചാമ്പങ്ങ കാണാൻ, ചെറിയ ചാമ്പങ്ങ ആയതുകൊണ്ട് നമുക്കതൊരു വീഡിയോ എടുക്കുമ്പോൾ ഒരു പെർഫെക്റ്റായിട്ട് തോന്നിയില്ല വീഡിയോയിൽ. പക്ഷെ നല്ല മധുരമാണ് ആ ചാമ്പങ്ങ. ചെറിയ ചാമ്പങ്ങ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ കറ അത്ര നമ്മളിങ്ങനെ എന്താ വെച്ചാൽ ആ കറ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ വൃത്തിയായി കഴുകിയെടുത്തു. നന്നായി ഒരു കോട്ടൺ തുണി എടുത്തിട്ട് മൂടി വയ്ക്കുക. ഭരണിയുടെ മൂടി കൊണ്ട് ആദ്യം ഒന്ന് മൂടുക. അതിന് ശേഷം നന്നായിട്ട് കോട്ടൺ തുണി വെച്ച് കെട്ടി വയ്ക്കുക. ഇനി ഒരു 5 ദിവസം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇട്ട സമയം തന്നെ നോക്കണ്ട കേട്ടോ. ഞാൻ ഇന്ന് 5 മണിക്ക് ഇട്ടെങ്കിൽ നാളെ 5 മണിക്ക് ഞാൻ വീണ്ടും ഇത് തുറന്ന് 5 ദിവസം അതുപോലെ ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ 21 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുള്ളായിട്ട് തുറക്കുകയുള്ളൂ. തുറന്ന് പിന്നെ അരിപ്പയിലേക്ക് മാറ്റി കുപ്പിയിലാക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ കഴിക്കും. അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.